നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചൊല്ലാനുള്ള ദിക്റുകൾ, ദുആകൾ പരിശോധിച്ചു നോക്കൂ. റബ്ബിനോടല്ലാത്ത ഒരൊറ്റ ദുആയും അതിൽ കാണാൻ കഴിയൂല. നിസ്കാരത്തിന്റെ അകത്തും പുറത്തുമുള്ള ദിക്റുകൾ പരിശോധിച്ചു നോക്കൂ. അല്ലാഹുവിനോടല്ലാത്ത ഒരു സഹായത്തേട്ടമോ പ്രാർത്ഥനയോ അതിലുമില്ല. ഇവർ പറയുന്നതോ, ഒരാൾ പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ആദ്യം മദീനയിൽ മറവിട്ട് കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയണം. മുഹമ്മദ് നബി തങ്ങളോട് പൊറുക്കലിനെ ചോദിക്കാതെ അല്ലാഹുവേ പൊറുക്കണേ എന്ന് നേരിട്ട് പറഞ്ഞാൽ പാപം പൊറുക്കുകയില്ല എന്നും, അല്ലാഹുവിനോട് നേരിട്ട് പാപം പൊറുക്കണേ എന്ന് ചോദിക്കുന്നത് മുനാഫിഖീങ്ങളുടെ സമ്പ്രദായമാണെന്നും യാതൊരു പടച്ചവനെ പേടിയുമില്ലാതെ പച്ചയായി ചില ആളുകൾ പ്രസംഗിക്കുന്നു, എഴുതുന്നു. നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ അതിനോട്? നിങ്ങൾ ആലോചിക്കുക. ഞാൻ നിങ്ങൾ ആലോചിക്കാനാ പറയുന്നത്. ഇതിൽ ഗ്രൂപ്പിസവും പാർട്ടിയും വഴക്കൊന്നുമില്ല. അതൊക്കെ നമുക്കിവിടെ ഒരു സൗകര്യത്തിനുള്ള സംഘടനയും പ്രവർത്തനമൊക്കെയാണ്. ഇന്ന് ഞാനും നിങ്ങളുമാണ് മരിച്ചു കഴിഞ്ഞാൽ വരാൻ പോണ കാര്യമായി പറയുന്നത്. അവിടെ ഇവരാരും വക്കാലത്ത് ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്ക്. ഇവിടെ പറയാണ്, പച്ചയായി പറയാണ്, നിങ്ങളൊരു പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് തൗബ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ആദ്യം മദീനയിലുള്ള റസൂലുള്ളാഹിനോട് ഒന്നുകിൽ അവിടെ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറയണം. എന്ത് പറയണം? ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي. മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിൽ വരിയാണ്. അള്ളാന്റെ റസൂലിനോട് വിളിച്ചു പറയാണ്, നബിയെ, കണക്കല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ പാപിയാണ് ഞാൻ. അങ്ങയോടിതാ ആവലാതി പറയുന്നു, എന്റെ പാപം പൊറുക്കണേ നബിമാരുടെ നേതാവായ മുത്തുനബിയേ. ഇതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ? ഇത് ചൊല്ലാത്തവൻ മുനാഫിഖാണെന്നാണ് പ്രസംഗിക്കുന്നത്. ഇത് ചൊല്ലാതെ നേരിട്ട് റബ്ബേ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാൽ അവൻ മുനാഫിഖാണത്രേ. എങ്കിൽ ഇന്ന് നിങ്ങൾ മഗ്രിബ് നിസ്കരിച്ചില്ലേ, ഇശാ നിസ്കരിച്ചില്ലേ? ലോകത്ത് ജനകോടികൾ മുഴുവനും ഇന്നും നിസ്കാരത്തിൽ എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ സറർതു വമാ അലൻതു വമാ സറഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. മുനാഫിഖിന്റെ ദുആ. ഇതൊക്കെ ചൊല്ലിയൊരു മുനാഫിക്കായോ? മുസ്ലിയാക്കന്മാർ പറയുന്നത് എന്താ? അപകടങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കാണ് ഇത് യോജിക്കാൻ കഴിയുക? മുത്തു മുസ്തഫയോട് പാപമോചനത്തേട്ടം നടത്താതെ ഡയറക്റ്റായി അള്ളാഹിനോട് പാപമോചനം തേടിയാൽ അവൻ മുനാഫിക്കാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എങ്കിൽ നമ്മുടെ നിസ്കാരത്തിലെ പ്രാർത്ഥനയും എല്ലാ ഇസ്തിഗ്ഫാറിന്റെ തേട്ടങ്ങളും മുനാഫിക്കിന്റെ തേട്ടമായി മാറൂലേ? അത്ര ഗൗരവമാണ് വിഷയം.